കാരണം ഇന്നിപ്പോൾ ഇതുവരെ എനിക്ക് മെസ്സേജ് കിട്ടിയിട്ടില്ല. എന്നെ അറിയുവാൻ കഴിഞ്ഞത് എനിക്കും എൻ്റെ കുടുംബത്തിലെ മറ്റ് 5 അംഗങ്ങൾ, എൻ്റെ ഭാര്യ, മക്കളെ എല്ലാവരും കൂടിയിട്ട് ജാമ്യമില്ലാ വകുപ്പാണ് ഇട്ടിരിക്കുന്നത്. തട്ടിക്കൊണ്ടുപോകൽ, പിന്നെ എന്തോ ധനാപഹരണമോ എന്തൊക്കെയോ, എന്താ വകുപ്പെന്ന് എനിക്കറിയില്ല, കണ്ടിട്ടില്ല. ഇത് പ്രകാരം അറസ്റ്റ് ചെയ്യുന്നത്. അത് തീയതി നോക്കണം. അവധി വെച്ചാണ് ഈ വാറണ്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്നതെന്ന് അറിയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ അകത്തിടണം എന്നൊരു വാശി, ഇത് ആർക്കാണ് ഈ വാശി എന്ന് പിടികിട്ടുന്നില്ല. കാരണം ഇതിൽ മ്യൂസിയം CA ആണ് ഈ കേസ് എടുത്തിരിക്കുന്നതല്ല. മ്യൂസിയം CA ആണ് ഞങ്ങളവിടെ പോയി കാണുന്നത്. ഞങ്ങളെ വിളിപ്പിച്ചപ്പോൾ എല്ലായിടത്തും സാധാരണ 100% പോലീസ് സ്റ്റേഷനിലെല്ലാം നമ്മൾ ഇഷ്ടം പോലെ പോയിട്ടുള്ളത് ആദ്യമായിട്ടല്ല. പൊളിറ്റിക്കൽ കേസും മറ്റു കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പോകും. പോലീസുകാർ പൊതുവെ എപ്പോഴും എന്നോട് മാന്യമായി പെരുമാറിയിട്ടുള്ള അനുഭവമാണ് എനിക്ക്. ഞാനും എൻ്റെ മനസ്സിൽ കരുതുന്നത്, കാരണം സേനയാണ്, സേനയ്ക്കെതിരെ നമ്മളൊരിക്കലും മോശം പറയാൻ പാടില്ല. ഒരു വ്യക്തിയായിരിക്കും അതിനകത്ത് പ്രോബ്ലം. പക്ഷേ ഈ വ്യക്തി വളരെ മോശമായ പെരുമാറ്റത്തിൻ്റെ ഫസ്റ്റ് ഡേ തൊട്ട് തന്നെ എന്താ കാരണമെന്ന് ഒരു പിടിയും കിട്ടും. കാരണം ജീവിതത്തിൽ ആദ്യമായിട്ട് അങ്ങനെ വ്യക്തിയെ കാണുന്ന പോലും. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇത്രയും കടുത്തൊരു നടപടി വന്ന സ്ഥിതിക്ക് നമുക്ക് എന്താ അടുത്ത മാർഗം? നമുക്കും പിടിച്ചു നിൽക്കണമല്ലോ. അകത്ത് പോകാൻ പേടിയോ ഒന്നുമില്ല. പോകാനാണെങ്കിൽ വിധിയുണ്ടെങ്കിൽ പോവുക തന്നെ ചെയ്യും. പക്ഷേ എനിക്ക് മക്കളെ പ്രൊട്ടക്ട് ചെയ്യണം, എൻ്റെ കുടുംബത്തിൻ്റെ സംരക്ഷണം എനിക്കൊരുതുണ്ട്. ഞാൻ നേരെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വളരെ ശക്തവും ആശ്വാസകരവുമായ വാക്കുകളാണ് എനിക്ക് ഫോണിൽ കിട്ടിയിരിക്കുന്നത്. ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട്.